വന്നിട്ട് കുറേ നേരമായാ? കുറച്ചു നേരമായി. സാരില്ല, ഒന്നും പറയണ്ടാന്ന്, തിരക്കിൽ പെട്ടുപോയിട്ട്. അവിടെ ഇരിക്കണോ? ഇല്ല, ഇരിക്കില്ല പക്ഷേ. അല്ല, എന്താ പക്ഷെ നേരിട്ട് കാണുന്നു പറഞ്ഞത്? അത് പിന്നെ മോഹൻ്റെ മോള് 10ാം ക്ലാസ്സിലല്ലേ? 10ൽ? ആ അതെ, 10ലാണ്. സ്വന്തം മോള് എത്രാം ക്ലാസ്സിലെ പഠിക്കുന്ന പോലും ഓർമ്മയില്ലല്ലേ? അതല്ല പക്ഷേ, പിന്നെ ആ വേണ്ടടോ, താങ്കിടുന്ന് ഉരുളണ്ട. സംഗതിയൊക്കെ കുറേയൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ടാ മോഹനോട് നേരിട്ട് കാണുന്നു പറഞ്ഞു. ദേവിക നല്ല മിടുക്കി കുട്ടിയായിരുന്നു. പഠിക്കാനും അതെ, കലാരംഗത്തായാലും അതെ. അത് മോഹനും കൂടി അറിയാവുന്ന കാര്യമല്ലേ? അല്ല, മാഷ് പറഞ്ഞു വരുന്നത് മോഹന, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കുട്ടിക്ക് നല്ല മാറ്റമുണ്ട്. അത് മറ്റ് ടീച്ചേഴ്സും പറഞ്ഞു. ഫ്രണ്ട്സുകളായിട്ട് പോലും നല്ല അടുപ്പില്ല. പിന്നെ പഠിപ്പിലും തീരെ വീക്കാ. പൊതുവേ ഇപ്പോഴത്തെ പിള്ളേർ ഫോണിൻ്റെ അമിതമായ ഉപയോഗം മൂലം ഇങ്ങനെയൊക്കെ ഉണ്ടാവാറ്. ഞാനും അങ്ങനെ തന്നെ ആദ്യം കരുതിയത്. പക്ഷേ ഇവിടെ വേറെ എന്തൊക്കെയോ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയോട് ഞാൻ കാര്യം ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ അവൾ ഒഴിഞ്ഞു മാറി, ഒന്നും പറയണില്ല. പിന്നെ അവളെ കൂട്ടുകാരി രാജിയില്ലേ, അവളോട് കാര്യം തിരക്കിയപ്പോഴാണ് കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിലൊന്നും ഞാൻ ഇടപെടണില്ല. അതിന് ഞാൻ ആളുമല്ല. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എൻ്റെ സ്വന്തം മക്കളെപ്പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് തീർക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നി. പിന്നെ ഉന്നത വിജയം ഉണ്ടായ സ്കൂളിനും ഗുണം ചെയ്യുമല്ലോ. അല്ല, മാഷ് എന്താണ് അറിഞ്ഞേക്കണത്? കേട്ടത് മുഴുവൻ ശരിയാകണമെന്നില്ല. ആ അത് പോട്ടെ. എടോ മോഹന, ഒരു കാര്യം അറിയാം തനിക്ക്. നമ്മുടെ മക്കൾക്ക് നമ്മൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ സന്തോഷം നമ്മൾ അച്ഛനമ്മമാർ നല്ല സന്തോഷത്തോടെ ബഹുമാനത്തോടും കൂടി ഒരു ബഹളമില്ലാതെ മക്കളെ ചേർത്ത് പിടിച്ച് കഴിയുമ്പോഴാണ്. അങ്ങനെ വളരുന്ന കുട്ടികളാണ് ഭാവിയിൽ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ളത്. മാഷേ, അവർ പറയുന്നതൊന്നുമല്ല യാഥാർത്ഥ്യങ്ങൾ. സത്യം എന്തായാലും മോഹനൻ നേരായൊരു പിതാവോ ഭർത്താവോ അല്ലെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. എന്താ, ശരിയല്ലേ? മാഷേ, എന്നെ അതിനാക്കി തീർത്താണ് മാഷേ അവർ. എന്ത്? അന്യസ്ത്രീകളുമായി അതിരുവിട്ട ചങ്ങാത്തവും സമ്പർക്കമൊക്കെ, പിന്നെ ഈ മദ്യപാനവും വീട്ടിൽ കിടന്നുള്ള ബഹളവും ദേഷ്യവും. മാഷേ, ഇതൊക്കെ എൻ്റെ മോള് മാഷോട് പറഞ്ഞാണോ? ഏയ്, സ്ത്രീകളുടെ വിഷയം മോൾ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം. പിന്നെ മോഹന, ചുറ്റുമുള്ളവരൊക്കെ മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്നവരാണ് ഏറ്റവും വലിയ വിഡ്ഢി. അതുകൊണ്ടാണല്ലോ എപ്പോഴും കണ്ണടച്ച് പാല് കുടിക്കുന്നത്. അല്ല മാഷേ, പെണ്ണും പിള്ളക്ക് എപ്പോൾ നോക്കിയാലും ഓരോരോ അസുഖങ്ങൾ ഒക്കെ കാരണമാകുമ്പോൾ ഒരു മനസ്സിലും ഇല്ലാത്തൊരു എന്താ പറയുക, അറിയാലോ. അല്ലാണ്ടൊന്നും മനഃപൂർവ്വമല്ല, അങ്ങനെ പറ്റിപ്പോണാണോരോ. താനെ ഇവിടുത്തെ മനുഷ്യനുണ്ടോ? കെട്ടിയോൾക്ക് വയ്യാണ്ടായാലേ അവളെ ചേർത്ത് പിടിച്ച് നല്ല ചികിത്സ കൊടുത്ത് ഭേദാക്കാൻ വേണ്ടത്. അല്ലാതെ സ്വന്തവും സുഖവും സന്തോഷം അന്വേഷിച്ച് താൻ തോന്നിയായി ജീവിക്കല്ല. ദേ, എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാ കാലത്തും ഇതുപോലെ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നില്ല. അസുഖം വന്ന് കിടപ്പിലാവാനേ വയസ്സാകണമെന്നൊന്നുമില്ല. അന്നേ ഇവരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നീ ആ മക്കളെ കാര്യമെങ്കിലും കൊടുത്ത് ഇതൊക്കെ ഒന്ന് മാറ്റാൻ നോക്കും. അപ്പം ശരി.